ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ GDZ M4 ആൻഡ് CR7 എന്ന് പറയുന്ന ബ്രോയുടെ ഹൗസ് വാമിങ്ങിനാണ്. എന്നിട്ട് കൂടെയുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, പിന്നെ ബ്രോയും ഉണ്ട്, പിന്നെ ഞാനുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വിസ്റ്റ വിലാസനാണ് മച്ചാൻ്റെ വീട് വെച്ചേക്കുന്നത്. നല്ല അത്യാവശ്യം റിച്ചാന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും വരുന്നുണ്ട്. മച്ചാനാണ് ലീഡ് എടുക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഞാനാണ് ഫ്രണ്ടിൽ പോകുന്നത്. എന്നിട്ട് നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഗേറ്റ് തുറക്കണം. ഗേറ്റ് എല്ലാവരും എല്ലാവരുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തുറന്നാലേ കയറാൻ പറ്റുള്ളൂ. അതൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ സൂപ്പറായാനെ. പിന്നെ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ മച്ചാൻ ആദ്യം കയറി അൺലോക്കാക്കി. കീ മച്ചാൻ്റെ കയ്യിലാണല്ലോ, മച്ചാൻ്റെ വീടല്ലേ. അപ്പം കീ അൺലോക്കാക്കി. പിന്നെ ഞാൻ തുറക്കാൻ നോക്കുന്നുണ്ട്. ഇതെന്നാ തുറക്കാത്തേ? ഇതൊക്കെ തുറക്കും സിംസിയും. പിന്നെ എങ്ങനെയൊക്കെയോ കാണിച്ചത് നമ്മൾ തുറന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റി ഇടാം. ഇത് ഇച്ചിരി ടാസ്ക്കാണ്, ചെറിയൊരു ടാസ്ക്. കാരണം വണ്ടി അവിടെ കുടുങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ ഷെഡ് പോലെ എന്തോ വെച്ചിട്ടുണ്ട്. മച്ചാനോട് ഞാൻ ചോദിച്ചു അവിടെ വണ്ടി നിർത്തിയിട്ടോട്ടെ എന്ന്. പക്ഷെ ബ്രോ പറഞ്ഞു അവിടെ നിർത്തിയിടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ നിർത്തി. മച്ചാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ പാർക്കിങ് ശരിയായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ കയറ്റിയിട്ട് റിവേഴ്സ് കയറ്റിയിടാനായിട്ട് കയറിയതാണെന്ന് തോന്നുന്നു. അതെ, പാർക്കിങ് സെറ്റാക്കാനാണ്. പിന്നെ ബ്രോയും നന്നായിട്ട് പാർക്കാക്കിയിട്ടിട്ട് ഇറങ്ങി വന്നു. നമുക്ക് ഇനി അകത്തോട്ട് കയറാം. ബ്രോ ഡോർ തുറക്ക് ബ്രോ, ഇനി അകത്തോട്ട് കയറി നോക്കാം. ചിരിക്കുന്ന ഡോർ തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മൾ കയറി. അതെ, അവരെല്ലാം ചാടിപ്പോയി. പിന്നെ വണ്ടിയുടെ ഡോർ അടഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോഴത്തേക്ക് ഞാനൊന്ന് അത് നോക്കാനായിട്ട് വന്ന്. ഞാൻ പിന്നെ ഒന്നുകൂടി ഡോറ് അൺലോക്ക് ആക്കിയിട്ട് എന്തായാലും ലോക്കാക്കി. പിന്നെ നമുക്ക് ഒന്നുകൂടി വീടിനകത്തോട്ട് കയറി നോക്കാം. വീടിനകത്ത് കയറുമ്പോൾ തന്നെ അതെ, ഇവിടെ വലിയ TV വലിയൊരു ഹോളാണ്. പിന്നെ കറങ്ങുന്ന ഫാൻ കണ്ടോ? മച്ചാൻ റിച്ച് ആയതുകൊണ്ട് ഫാനൊന്നും ഓഫാക്കി ഇടാറില്ലെന്നാണ് പറഞ്ഞത്. ഫുൾ ടൈം ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഐസ് ലിക്കറോ? ഇതൊക്കെ എന്ത് സംഭവം? സോഫയുണ്ട്, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരിക്കും. നമുക്കിനി വീടിൻ്റെ ബാക്കിയുള്ള പ്ലേസൊക്കെ കാണാം. ഇത് ഇവിടെ ഇത്രയും വലിയ TV ഒക്കെ വെച്ചിട്ടുണ്ട്. റിച്ച് എന്ന് പറഞ്ഞാൽ റിച്ച്. ഇതിൻ്റെ മേളിൽ എന്തോ ഈ സംഭവം? എന്താ സംഭവം ഉണ്ട്, നൈസായിട്ടുണ്ട്. പിന്നെ ഫാനൊക്കെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും. റിച്ചാണ്. 2 ഫാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേബിളുണ്ടോ? ഡൈനിങ് ടേബിളാണെന്ന് തോന്നുന്നു. ക്ലീൻ ആയിട്ടുണ്ട്, നീറ്റ് സാധനം. പിന്നെ ഇത് കണ്ടോ, ഇത് ബെഡ്റൂമാണെന്ന് തോന്നുന്നു. ബെഡ്റൂമിനകത്ത് BMW ലോഗോ വെച്ചേക്കുന്നതാണല്ലോ. ആ ലോഗോ ശരിക്കും റൗണ്ട് കിട്ടിയില്ല. റൗണ്ട് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചപ്പം മച്ചാൻ പറഞ്ഞാൽ അത് റൗണ്ടായിട്ട് വരുന്നില്ല എന്നാണ്. എന്നാലും മച്ചാൻ അത് വിട്ടു കൊടുക്കാതെ ആ BMW ലോഗോ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു ബിഗ് റെസ്പെക്റ്റ്. അത് നൈസായിട്ടുണ്ട്. ആ സൈഡിലത്തെ ലൈറ്റ് കണ്ടോ BMW ലോഗോയുടെ? അത് നൈസായിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ ഫാൻ ഫുൾ ടൈം കറങ്ങലാണ്. കണ്ടോ? അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തുവാ ലാപ്ടോപ്പ് ഇവിടെ? ഇതെന്നാ സംഭവം? ഓഫീസ് വല്ലതും ആണോ? അല്ല, ഇത് ബെഡ്റൂം അല്ലേ? ഇതെന്തേലും ആവട്ടെ അല്ലേ. അതേ, മച്ചാൻ എന്തോ കാണുന്നുണ്ട് ലാപ്ടോപ്പിൽ. ഞാൻ നോക്കട്ടെ. ഇതിൽ സാധാരണ ലാപ്ടോപ്പാണെന്ന് തോന്നുന്നു. ലാപ്ടോപ്പാണോ കമ്പ്യൂട്ടറാണോ? എന്തേലും ആവട്ടെ. നമുക്കിനി അടുത്ത ലൊക്കേഷൻ കാണാൻ പോകുന്നത്. ചുമ്മാ ഇടുന്ന് ചിരിക്കുന്നു ഇവരൊക്കെ. നമ്മളെന്തോ കളിയാക്കിയതാണെന്ന് തോന്നുന്നു ഞാൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്നത് കണ്ടിട്ട്. ഇനി നമുക്ക് വേറെ റൂമിലോട്ട് കയറി നോക്കാം. ഇനി ഇതെന്തുവാ? ഈ റൂമിലോട്ട് കയറി നോക്കാം. തുറക്കുന്നില്ലല്ലോ. മച്ചാൻ തുറന്നു തന്നാലേ ഇതെല്ലാം തുറന്നു വരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എല്ലാം ഭയങ്കര സേഫ്റ്റി ഫീച്ചേഴ്സാണെന്ന് തോന്നുന്നു, സെക്യൂരിറ്റി ഫീച്ചേഴ്സാണെന്ന് തോന്നുന്നു. അവിടെ എന്താ പരിപാടി? അതെ, മച്ചാൻ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. റോഡ ലാപ്ടോപ്പ് പോയി. ചുമ്മാ ഇരുന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി സേഫ് ആയിരിക്കും. നമുക്കിനി അടുത്ത റൂം തന്നെ കാണാം. മച്ചാൻ തുറന്നു. ഇതൊരു ടോയ്ലറ്റാണ് ഗൈസ്. നൈസ്. ഇവിടെ എന്താ വിൻഡോ ഒക്കെ? ഇവിടെ ട്രാപ്പായിരിക്കുമോ? ഇത് ട്രാപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ ഇറങ്ങിയിട്ട് എന്നാ ചെയ്യാനാ ടോയ്ലറ്റിൽ നിന്ന്? ഇതെന്താ സംഭവം? ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. പെട്ട്. ഇവിടെ നമ്മൾ ചാടി വേണം കയറാൻ. അതാണ്. എന്തൊക്കെയോ പ്ലാനിങ്സ് ഉണ്ട് റോയ്ക്ക്. കണ്ട നിൽക്കുന്നത് കണ്ടോ? വിൻഡോ അടച്ചു. ഇനി നമുക്ക് പോവാം. നമ്മളെ കൊടുത്ത് വേറെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ അവിടെ പോയി. ദേ വരുന്നു. ഇത്ര നേരം എന്നെ എടുക്കുമായിരുന്നു. നമുക്കിനി അടുത്തത് ഇത് ഗെയിമിംഗ് റൂം ആയിരിക്കുമല്ലേ. എന്നാലും കയറി നോക്കാം. എന്നോ ഗെയിമിംഗ് PC കാണിച്ചു തരാമെന്നൊക്കെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ബ്രോ വന്ന് തുറക്ക്. ഇത് തന്നെ തുറന്നല്ലോ. ഇത് കൊള്ളാലോ. ഇവിടെയും ലിക്കറോ? ഇതെന്ത് സംഭവം? ഇത് ഗെയിമിംഗ് റൂം തന്നെയാണെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സീനായിട്ടുണ്ട്. ഇതേ 2 PC റിച്ച്. ഹോട്ട് വീൽസ് അല്ലല്ലോ. ഇതെന്തോ ഡൈകാസ്റ്റാണെന്ന് തോന്നുന്നു. പോക്കറ്റ് ചേരുന്നതാണെങ്കിൽ എടുത്തിട്ട് 2 എടുത്തിട്ട് പോകാമായിരുന്നു. ഇനി എടുക്കാനും പറ്റൂല. ഇതുണ്ടോ മേളിൽ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട്.
ബോട്ടൊക്കെ സീനായിട്ടുണ്ട്. ബോട്ടാണോ അതിൻ്റെ പേരെന്തുവാ? എന്നാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. പക്ഷെ ഗെയിം കളിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. അതൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. ക്വീൻ ഇപ്പോഴാണോ കയറുന്നത്? ഇപ്പോൾ കുറച്ച് മുമ്പേ കയറിയായിരുന്നല്ലോ, അതോ എന്നിട്ട് അവിടെ പോയി? ഫ്ലാഷ് ബാക്ക്. ആ ഡോറ് നേരെ തുറന്നിട്ട് ആ വഴിക്ക് അങ്ങ് പോയല്ലേ, എന്നിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. അതാണ്. എന്നിട്ട് കുറച്ച് നേരം ആയപ്പോഴത്തേക്കും ബ്രോ പറഞ്ഞു ദാഹിച്ച് കാണും, കുറേ നേരം ആയാലും അവിടെ ജ്യൂസ് ഇരിപ്പുണ്ട് എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ജ്യൂസ് അങ്ങ് എടുത്ത് കുടിച്ച്. നൈസായിരുന്നു. പിന്നെ ബ്രോ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇരിക്കും, ഞാൻ ഫുഡ് എടുത്തിട്ട് വരാമെന്ന്, നമുക്ക് എല്ലാവർക്കും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങളും പെട്ടെന്ന് ഇറങ്ങുവാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വന്ന് ഇരുന്നു. പിന്നെ ബ്രോ എന്തി? ബ്രോ അവിടെ തന്നെ എടുക്കുക ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കൊണ്ടുവന്ന് തരുമെന്ന് തോന്നുന്നു. ഞാൻ ബ്രോ ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ബ്രോ കഴിക്കുന്നില്ലേ? ബ്രോ ഇപ്പോൾ കഴിച്ചോളുമായിരിക്കും. അതൊക്കെ നമ്മളെന്തിനാണ് അറിയുന്നത്. ഇപ്പോൾ കഴിച്ച് നമ്മളെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇത് EV നോക്കി, ഇത് സെറ്റല്ല. ഇത് കണ്ടോ, മറ്റേ സ്നോ ഡസ്റ്റ് പറക്കുന്ന സീനായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്? അതോ ഇനി ഈ വിസ്റ്റ വില്ലേജ് മാപ്പിനകത്ത് തന്നെ ഉള്ളതാണോ അത്, അതോ ബ്രോ ആഡാക്കിയതാണോ? എന്തായാലും അത് നൈസായിട്ടുണ്ട്, മറ്റേ സ്നോയുടെ പാർട്ടികൾ പറക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.